എറണാകുളം വെണ്ണലയിൽ ജിമ്മിൽ നിന്ന് പണവും രേഖകളും മോഷ്ടിച്ചുവെന്ന് പരാതി. വെണ്ണലയിലെ ജിൻഡോ ബോഡി ക്രാഫ്റ്റിലാണ് മോഷണം നടന്നത്. എറണാകുളം സ്വദേശിയും റിയാലിറ്റി ഷോ താരവുമായ ജിൻഡോയ്ക്ക് എതിരെയാണ് ജിമ്മുടമ മേഘ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, സംശയങ്ങൾ ഏതുമില്ലാതെ, അതായത് ഇയാളെ കൃത്യമായി കാണാൻ കഴിയുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാണ്. ഇയാൾക്ക് കൂടി പങ്കാളിത്തമുള്ള ജിമ്മാണോ ഇത്? ഇദ്ദേഹത്തിന്റെ പേരിലാണല്ലോ. അത് തീർച്ചയായിട്ടും, അതായത് ജിൻഡോയുടെ മുൻ ജിമ്മാണിത്. അതായത് ജിൻഡോ ഒരു വർഷത്തേക്ക് ഈ പരാതിക്കാരിയായ ഈ സ്ത്രീക്ക് ലീസിന് നൽകിയ ജിമ്മാണ്. ഈ ജിൻഡോയ്ക്കെതിരെ നേരത്തെ ഈ പരാതിക്കാരി നേരത്തെ തന്നെ ഉപദ്രവിക്കുന്നതും ലൈംഗികാരോപണം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടൊരു പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് പിന്നാലെ ജിൻഡോ മുൻകൂർ ജാമ്യം ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ജിമ്മിൽ കയറി ജിൻഡോ ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. അതിൽ ജിമ്മിലെ പ്രധാനപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ 10,000-ലധികം രൂപയും ഈ ജിമ്മിൽ നിന്ന് മോഷ്ടിച്ചുവെന്നാണ് ഈ പരാതിക്കാരി പാലാരിവട്ടം പോലീസ് നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ഒക്ടോബർ വരെ ഈ ജിമ്മിൻ്റെ ലീസ് കാലാവധി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ജിൻഡോ കഴിഞ്ഞ ദിവസം രാത്രി 1:30 ഈ ജിമ്മിൽ മറ്റൊരു കള്ളത്താക്കോലിട്ട് തുറന്ന് കയറി ഇതിൽ നിന്ന് മോഷണം നടത്തുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ജിമ്മിനകത്ത് കയറി അതിനെ CCTV ഉൾപ്പെടെ നശിപ്പിച്ചുവെന്ന് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ മേശയ്ക്ക് അകത്തേക്ക് ഈ കുനിഞ്ഞ് നടന്നാണ് അദ്ദേഹം ചെല്ലുന്നത്. തുടർന്ന് അവിടെ നിന്നും പണവും അതോടൊപ്പം തന്നെ ഈ ജിമ്മിലെ രേഖകളും മറ്റുമൊക്കെ എടുത്തുവെന്നാണ് പരാതിക്കാരി പ്രധാനമായിട്ടും ഈ പാലാരിവട്ടം പോലീസിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുൻപ് ഈ സ്ത്രീ ജിൻഡോയ്ക്കെതിരെ ഒരു കേസ് നൽകിയിരുന്നു. ആ കേസിൽ ജിൻഡോ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജിമ്മിനകത്ത് കയറി മോഷണം കൂടി നടത്തിയിട്ടുള്ളത്. മാത്രമല്ലല്ലോ, ഇടയ്ക്ക് ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുടർ ആരോപണങ്ങളും തുടർ കേസുകളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും, അതായത് ഈ മുൻപും ഇത്തരത്തിൽ ജിൻഡോയ്ക്ക് പലതരത്തിലുള്ള പരാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പരാതിക്കാർ തന്നെ പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് ജിൻഡോയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം ജിൻഡോ മുൻകൂർ ജാമ്യം ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ജിമ്മിൽ കയറി മോഷണം നടത്തുന്നത്. ഈ ഒക്ടോബർ വരെയാണ് ഈ ജിമ്മ് ലീസ് നൽകിയിരിക്കുന്ന കാലാവധി. അതിനിടയിലാണ് ഈ കരാർ ലംഘനം കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കാരണം തൻ്റെ കൈവശമുള്ള കള്ളത്താക്കോലിട്ട് അനധികൃതമായിട്ട് അസമയത്ത്, അതായത് പുലർച്ചെ 1:30 ജിമ്മിനകത്തേക്ക് കയറി ഈ ജിമ്മിൽ നിന്ന് ഈ രേഖകളും അതോടൊപ്പം തന്നെ 10,000-ലധികം വരുന്ന പണവും മോഷ്ടിച്ചുവെന്നാണ് പരാതി. നിലവിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് പരാതി യുവതി നൽകിയിരിക്കുന്നത്. എന്തായാലും പാലാരിവട്ടം പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. കേസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശരി, ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ബിഗ് ബോസിലൂടെയൊക്കെ ശ്രദ്ധേയനായ റിയാലിറ്റി ഷോ താരമാണ് ഈ ജിൻഡോ. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജിമ്മാണ്. ഒരു വർഷത്തേക്ക് പരാതിക്കാരിക്ക് ലീസിന് നൽകിയിരുന്നതാണ്. അതിനിടയിലാണ് കരാർ ലംഘനവും മോഷണവും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നത്.